ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ പട്ടായ ഗ്രൂപ്പിന്റെ വിള്ളലിന് കാരണമായ ഒരു വിഷയം ലൈവില് കഴിഞ്ഞുപോയി കേട്ടോ. എനിക്കത് മിസ്സായി പോയി. എന്നാൽ അതിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ആദില പറയുന്നുണ്ട്, നീ വില കെട്ടിലമ്മ ചമയം നോക്കണ്ട അനു. അപ്പോഴനു പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ വിളമ്പി കൊടുത്തോളും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം വീട്ടിൽ എല്ലാവരും അനുവിന് എതിരാവുകയാണ്. അനീഷ് അവിടെ ഒന്നും മിണ്ടുന്നില്ലേ. അനുമോള് കിച്ചണിൽ നിന്ന് മാറി വെസലിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നൂറ സമ്മതിക്കുന്നില്ല. എന്നാലും അനുമോള് ക്യാപ്റ്റന്റെ വാക്കുകൾ അനുസരിക്കാതെ വെസലിലേക്ക് പോകാൻ തന്നെ തയ്യാറാവുന്നുണ്ട്. ആ സമയം നമ്മുടെ നെവിൻ കിച്ചണിൽ നിൽക്കാമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട്, അന്ന് എനിക്ക് മിസ്റ്റേക്ക് ഒക്കെ പറ്റി, ഇനി അത് ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആദിലയും നൂറയും ഒക്കെ അനുവിനെ വല്ലാണ്ടങ്ങ് പറയുന്നുണ്ട്. ഡ്രാമ ക്യൂന്ന് ഒളിച്ചോടി വീരു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തലങ്ങും വിലങ്ങും പറയുവാണ്. ഒരു പ്രശ്നം വന്നാൽ അത് ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് പോവാതെ ഒളിച്ചോടിയാൽ മാത്രം അറിഞ്ഞാൽ പോരെ എന്നൊക്കെ മറ്റുള്ളവരും പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അനുമോള് മാറിയിരുന്ന് ഫുഡ് കഴിച്ചോടി ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കണ്ണൊക്കെ തുടച്ച് കരയുവാണ് അവിടെ ഇരുന്നിട്ട്. ആ സമയത്ത് നമ്മുടെ നൂറ അതിലൊക്കെ പറയുന്നുണ്ട്, ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോയി ഇരുന്ന് കരയുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് ആക്കി വിടുന്നുണ്ട് അനുമോളെ. ഈ അനുമോള് കിച്ചൺ ടീമിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആദില, അതുപോലെ ഷാനവാസ്, സാബു, അനീഷ് ഒക്കെ അനുവിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടതുമാണ്. എന്നിട്ട് അനുമോള് പറയുന്നത്, ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല, ഞാനെല്ലാം തന്നെ ഉണ്ടാക്കിയതാണ്, അത്യാവശ്യം ഈ അനീഷേട്ടൻ മാത്രമാണ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്.